എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്, യൂണിവേഴ്സ് എന്തിനാണ് നിങ്ങളെ നിങ്ങളുടെ പേഴ്സണേയും തമ്മിൽ കണ്ടുമുട്ടിച്ചത്? വൈ ഡിഡ് ദ യൂണിവേഴ്സ് ലെറ്റ് യു മീറ്റ് ഈച്ച് അതർ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളെയും നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സണേയും എന്തുകൊണ്ട് യൂണിവേഴ്സ് തമ്മിൽ കണ്ടുമുട്ടിച്ചു? വാട്ട് ഈസ് എ റിലേഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാ പേർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. റെസനേറ്റ് ആവാത്തവർ ഒരു ഫൺ റീഡിംഗ് ആയിട്ട് എടുത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് മാത്രമായിട്ട് അത് കാണാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഡിവൈൻ, പ്ലീസ് ഗൈഡ്, why did you let my viewers and their special person meet? Why did they meet each other? Why did my viewers and their special person meet each other? The viewers and the special person അവരും തമ്മിൽ കണ്ടുമുട്ടാൻ ഉണ്ടായ കാരണം എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണും അവരും തമ്മിൽ കണ്ടുമുട്ടാൻ ഉണ്ടായ കാരണം എന്താണ്? Please guide. Please tell me, why did my viewers and their special person meet each other? The moon, Ten of Wands, King of Wands, Ten of Cups, Page of Pentacles, Queen of Wands, the Emperor, Tower, bottom of the deck, Two of Cups. എല്ലാ കാർഡും ഞാൻ ആദ്യമേ ഒന്ന് ക്ലാരിഫൈ ചെയ്യും കേട്ടോ. Please clarify. The moon, the Chariot and Death. Clarify. Ten of Wands. Clarify. Ten of Wands. Hermit and the Star. Hermit and the Star. Clarify. King of Wands. Five of Cups, Ace of Pentacles. Clarify. Ten of Cups. Hierophant and Two of Swords. Clarify. Page of Pentacles. Knight of Wands and Six of Wands. Queen of Wands. Clarify. Queen of Wands. Judgment, Ace of Cups. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് കേട്ടോ. Clarify the Emperor. Clarify the Emperor. High Priestess and Wheel of Fortune. Clarify the Tower. Clarify the Tower. Okay. Clarify
Two of Cups, Four of Pentacles and Nine of Pentacles. ചിലർക്കെങ്കിലും സെൽഫ് റെസ്പെക്റ്റിന്റെ വാല്യൂ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് ഒരു ലൈഫ് ലെസൺ തരാൻ വേണ്ടിയിട്ടും മറ്റു ചിലർക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനും ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ ഈ ജന്മത്തിലുള്ള ബന്ധമല്ല, നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ഉള്ള ബന്ധമാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിങ്ങളിവിടെ ഇവിടെ തുടരുന്നത്. അതേപോലെ മറ്റു ചിലർക്ക് കാർമിക് റിലേഷൻ ഉണ്ട്, അതായത് കർമ്മബലം മൂലം അങ്ങനെയുള്ള കാർമിക് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവര് സഫർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കാർമിക് ആവുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്ന പാർട്ട്നേഴ്സ് ആണെങ്കിൽ കാർമിക് പാർട്ട്നേഴ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോമ്പിനേഷൻ ഓഫ് കാർഡ്സ്, അതായത് മൂൺ വിത്ത് ഡെത്ത് ആൻഡ് ചാരിയറ്റ്. അത് നിങ്ങൾക്കൊരു ലൈഫ് ലെസൺ തരാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിച്ചത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിയറോ ആങ്സൈറ്റിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വീക്കർ ഇമോഷണൽ പേഴ്സൺ ആയിരുന്നിരിക്കണം. അതായത് ഇപ്പൊ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് ഇമോഷണലായി പ്രതികരിക്കുന്ന അങ്ങനത്തേക്കുള്ളൊരു ആയിരുന്നിരിക്കണം. ഇവര് നിങ്ങളുടെ ലൈഫിൽ വന്നത് മൂലം നിങ്ങൾ നിങ്ങളുടെ ഫിയറിനെ എൻഡ് ചെയ്ത് പുതിയ ഒരു ഹോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു. നല്ല പാർട്ട്ണർ ആയിരിക്കും അവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതായത് ഈ പേഴ്സൺ വളരെ സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള ഓക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കെൽപ്പുള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പോ അവരുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് മൂലം നിങ്ങളുടെ ഫിയറും ആങ്സൈറ്റിയും മറികടന്ന് ഒരു പുതിയ ലൈഫ്, ഒരു പുതിയ ഹോപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു. ഡെത്ത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷന്റെ എൻഡ് ആൻഡ് അനദർ സിറ്റുവേഷന്റെ ബിഗിനിങ്. ഡെത്ത് എന്ന് പറയുന്നത് ലിറ്ററൽ മരണമല്ല, ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്ത് പുതിയൊരു തുടക്കം കുറിക്കുന്നതിനാണ് ഡെത്ത് നമ്മൾ ഡിപിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ ഫിയർ ആൻഡ് ആൻസൈറ്റിക്ക് ഒരു എൻഡ് കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓവർ ഇമോഷണൽ സൈഡ്, ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ ആവുക, അങ്ങനത്തെയൊക്കെ ഒരാളായിരുന്നിരിക്കണം നിങ്ങൾ. അതിനൊരു എൻഡ് കുറിച്ചിട്ട് ഒരു പുതിയ തുടക്കം, നിങ്ങൾക്കൊരു പുതിയ ഹോപ്പ്, ഒരു പുതിയ ധൈര്യമൊക്കെ ഉണ്ടാക്കാൻ ഇവരുടെ വരവ് മൂലം നിങ്ങൾക്ക് ലൈഫിൽ സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇവർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. ഈവൻ ഫിസിക്കലി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളായിരിക്കണം. ഇമോഷണലി വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടി വളരെ ഭംഗിയായി ഹാൻഡിൽ ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തരുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, ബോയ് ഫ്രണ്ട് ആവാം, ഗേൾ ഫ്രണ്ട് ആവാം, നിങ്ങളുടെ ലൈഫിലുള്ള ആ സ്പെഷ്യൽ പേഴ്സൺ. ഓക്കെ, അവര് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിച്ചത്. ദാറ്റ്സ് കാർഡ് സെറ്റ് നമ്പർ 1. സെക്കൻഡ് സെറ്റ് ഓഫ് കാർഡ്സ്, 10 of Wands, Star and the Hermit. ഇത് മൂന്നും കൂടി ഉള്ള ഇന്റർപ്രിട്ടേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതും ഇതേപോലെ നിങ്ങളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് നിൽക്കുമായിരുന്നു, ലൈഫിൽ ഒരു വലിയൊരു ബേർഡൻ ഫേസ് ചെയ്ത് നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു തോൽവി ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ബേർഡൻഡ് ആയിരുന്നിരിക്കണം. എന്തോ ഒരു രീതിയിൽ നിങ്ങൾ തകർന്നു നിന്ന ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന്, നിങ്ങൾ സോളിറ്റ്യൂഡിലാണെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് വളരെ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ജീവിതമേ ഒരു ബേർഡൻ ആണ് എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ ആലോചിച്ച് നിന്ന ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ഹോപ്പ് ആൻഡ് ഇൻസ്പിറേഷൻ തന്നു. ഫസ്റ്റ് കാർഡിന്റെ ഒരു നിങ്ങളുടെ ജീവിത സാഹചര്യം മൂലം നിങ്ങൾ തകർന്നു നിൽക്കുകയായിരുന്നു. ഓക്കെ, ലൈഫിൽ ഒരുപാട് ബേർഡൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, മറ്റുള്ളവരുടെ ചുമതലകൾ, അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മൂലം
നിങ്ങൾ ഓവർ ബേർഡൻഡ് ആയിട്ട് വെച്ചാൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നില്ലേ, വീണ്ടും 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 പ്രശ്നങ്ങൾ വരിക, ഇതിൽ നിന്ന് എങ്ങനെ കരകയറണം എന്ന് അറിയാതിരിക്കുക, അങ്ങനെയുള്ള ഒരു സാഹചര്യം. പക്ഷെ ഇവർ ഫൈനാൻഷ്യലി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇമോഷണലി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഇവര്. റെസ്പെക്ട് പിന്നീട് സ്നേഹമായി മാറിയതായിരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോഴും അവര് നിങ്ങൾക്ക് താങ്ങായി നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ്, കാരണം നിങ്ങൾക്ക് അവിടെ ഒരു സഹായം ആവശ്യമുണ്ടായിരുന്നു. നിങ്ങളുടെ നിങ്ങൾ ഇനി മുന്നോട്ടില്ല എന്നുള്ള രീതിയിൽ ഗിവ് അപ്പ് ചെയ്ത് നിന്നൊരു സമയത്ത് ഇവര് വന്ന് നിങ്ങളെ കൈപിടിച്ച് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തന്നു. അതാണ് ഇവിടെ അവരിപ്പോഴും നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി തന്ന് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. തേർഡ് സെറ്റ് ഓഫ് കാർഡ്സ്. ഓക്കെ, ഇത് ഓരോരുത്തർക്കും പെർട്ടൈനിങ് ആയിരിക്കും കേട്ടോ. ഒരാൾക്കുള്ളതല്ല, അറിയാമല്ലോ, ഞാനത് വീണ്ടും വീണ്ടും പറയണ്ടല്ലോ. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ചേരുന്നത് അത് മാത്രം കൺസിഡർ ചെയ്യുക കേട്ടോ. കാരണം ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജി ഉണ്ട്, നമുക്ക് അങ്ങനെ അറിയാൻ സാധിക്കില്ല. ആക്ച്വലി ഇതിൽ 2 കാർഡ് വന്നിരിക്കുന്നു. ഞാൻ ഒരു കാർഡ് എന്ന് വിചാരിച്ചു, അവിടെ സാരമില്ല, അത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്, ഇരിക്കട്ടെ. അപ്പൊ തേർഡ് സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് 5 ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് കിങ് ഓഫ് വോൺസ്. ഓക്കെ, കിങ് ഓഫ് വോൺസ് എന്നൊക്കെ പറയുമ്പോൾ റൊമാൻറ്റിക് പാർട്ണർ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 5 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ തകർന്നടിഞ്ഞ് നിൽക്കുകയായിരുന്നു. യു ബ്രോക്കപ്പ് വിത്ത് യുവർ എക്സ്, നിങ്ങൾക്കൊരു എക്സ് ഉണ്ട്. ആ സിറ്റുവേഷനിൽ ഇനി ഒരു പുതിയ തുടക്കമൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവരെ ഒരു ഫ്രണ്ട്ഷിപ്പുമായിട്ടായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ട് നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ ഒരു പുതിയ തുടക്കത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ആ ഒരു റിഗ്രറ്റ് നിന്ന് പുറത്ത് കൊണ്ടുവന്നത് ഇവരായിരുന്നിരിക്കണം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പായി ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ആയിട്ട് മാറി, അട്രാക്ഷൻ ലവ് ആയിട്ട് മാറി. ഇവിടെ യൂണിവേഴ്സിന്റെ പേർപ്പസ് നിങ്ങളെ ആ ഡിപ്രഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരിക, നിങ്ങൾക്കൊരു എലിജിബിൾ പാർട്ട്ണറെ തരിക എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു എക്സിസ്റ്റിംഗ് ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഇപ്പൊ എക്സ് പോയി, ഇപ്പൊ ഇവരാണ് നിങ്ങളുടെ പാർട്ട്ണർ. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് ആണ് പ്രശ്നമുള്ള കാർഡ്സ്. അതായത് 10 ഓഫ് കപ്സ്, 2 ഓഫ് സ്വാർഡ്സ് ആൻഡ് ദി ഹെയറോഫന്റ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ. ഓക്കെ, ഒരു ഹാപ്പി ഫാമിലി ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ക്രോസ് റോഡ്സിൽ നിൽക്കുകയാണ്. അവരൊരു മാരീഡ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മാരീഡ് പേഴ്സൺ ആണ്. നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും തന്നെ മാരീഡ് ആയിരിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും റെസ്പെക്റ്റീവ് ഫാമിലീസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ക്രോസ് റോഡ് സിറ്റുവേഷൻസിൽ നിൽക്കുകയാണ്. എന്തിനാ യൂണിവേഴ്സ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചത്? നിങ്ങളുടെ വാല്യൂസ് എത്രയുണ്ട് എന്നുള്ള ഒരു പരീക്ഷണം. നിങ്ങൾ ആ സിറ്റുവേഷനിൽ എന്ത് തീരുമാനിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അവരവരുടെ ശരിയും തെറ്റും ഉണ്ട്. ഒരാളുടെ ശരി വേറൊരാളുടെ തെറ്റായിരിക്കും. ഓക്കെ, ഞാനത് ജഡ്ജ് ചെയ്യാനോ അതിനൊന്നും അല്ല ഈ പറയുന്നത്. കാർഡ്സ് എന്താണ് കാണിച്ചു തരുന്നത് എന്നുള്ളത് റീഡ് ചെയ്ത് പറയാന്നുള്ളതാണ് എൻ്റെ ചുമതല. അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അവിടെ ഒരു മോറൽ വാല്യൂസിന്റെ ടെസ്റ്റ് ആണ് നടക്കുന്നത്. അതായത് ഒരു ഹാപ്പി ഫാമിലി ഉണ്ട്, അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഈ പേഴ്സൺ എന്തുകൊണ്ട് അവരുടെ ഫാമിലിയെ വിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലിക്ക് മേലെ ഈ പേഴ്സണെ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല. ഓക്കെ, അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെയും അവരുടെയും മോറൽ വാല്യൂസ് ആണ്. ആ ഒരു ടെസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഭഗവാൻ തമ്മിൽ കണ്ടുമുട്ടിച്ചത്. ഹെറോഫന്റ് എന്ന് പറയുന്ന ആള് മോറൽ വാല്യൂസ്, സോഷ്യൽ വാല്യൂസ്, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. അപ്പുറത്തൊരു ഫാമിലി ഉണ്ട്. അവരത്ര വേഗം ആ ഒരു രണ്ട്
ഡിസിഷനിൽ, അതുകൊണ്ടാണ് അത് ഹാങ്ഡ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ വാല്യൂസും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങി പോകാനുള്ളൊരു മനസ്സൊന്നും ഉണ്ടായിരിക്കില്ല. അതൊരു പരീക്ഷണമാണ്, നിങ്ങൾക്കുള്ളൊരു ടെസ്റ്റാണത്. വൈ ഡിഡ് ദ യൂണിവേഴ്സ് ലെറ്റ് യു മീറ്റ്? ബിക്കോസ് ദ യൂണിവേഴ്സ് ഇസ് ടെസ്റ്റിംഗ് യുവർ മോറൽ വാല്യൂസ് എന്നേ ഞാൻ അതിന് മറുപടി പറയുള്ളൂ. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് പേജ് ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് വാൺസ് ആൻഡ് 6 ഓഫ് വാൺസ്. ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു പുതിയ തുടക്കത്തിനെയൊക്കെ ഭയപ്പെടുന്ന ഒരാളായിരിക്കണം, നിങ്ങളോ അവരോ, കേട്ടോ. അതായത് എന്ത് ചെയ്യുന്നു അതിങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, അതിൽ നിന്നൊരു മാറ്റം വേണ്ട, ലൈഫ് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ആളായിരിക്കണം നിങ്ങളിൽ ഒരാൾ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അത് പാർട്ട്ണർ, നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങള് പരസ്പരം കണ്ടുമുട്ടിയതിന്റെ റീസൺ യൂണിവേഴ്സിന് നിങ്ങളോട് പറയണമായിരുന്നു, പുതിയ തുടക്കങ്ങളെ ഭയപ്പെടാതിരിക്കുക. പുതിയ തുടക്കം അനിവാര്യമാണ് എല്ലാവരുടെയും ലൈഫിൽ. ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു റിസ്ക് എടുത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ, പുതിയ പരീക്ഷണങ്ങൾ നടത്തിയാൽ മാത്രമേ ഒരു വിക്ടറി നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അല്ല നിങ്ങളിങ്ങനെ ഒരു സ്റ്റാഗ്നന്റ് ആയി പോവും, ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന പോലെ ആയിപ്പോവും. പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഇപ്പൊ ഒരു സംരംഭം തുടങ്ങാനാണ്, ധൈര്യപൂർവ്വം ഇറങ്ങിയാലേ പറ്റൂ. നമ്മൾ ഇരുന്ന് പേപ്പറിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെ? ഒരു ഒരു പുതിയ സംരംഭമാണ് തുടങ്ങേണ്ടത്, നിങ്ങൾ ധൈര്യപൂർവ്വം അതിന് മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിച്ചാലേ സാധിക്കുള്ളൂ. ആ ഒരു പുഷ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ ലൈഫിലേക്ക് വന്നത്. നിങ്ങളിൽ ഒരാൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പേടിയുള്ള ഒരാളാണ് നിങ്ങളിൽ ഒരാൾ. ഓക്കെ, അത് പാർട്ട്ണർ എങ്ങനെയാണ്, അവർ ഭയങ്കര പാഷനേറ്റും എന്തൂസിയാസ്റ്റിക്കും എല്ലാ കാര്യങ്ങളും ഇറങ്ങി പരീക്ഷിക്കാം, റിസ്ക് എടുത്ത് നമുക്ക് ചെയ്തു നോക്കാം എന്താവും എന്നറിയാമല്ലോ എന്നുള്ളൊരു രീതി. ഓക്കെ, ആ ഒരു കോമ്പിനേഷൻ വന്നപ്പോ ഈ പേടിയുള്ള ആളുണ്ടല്ലോ നിങ്ങളിൽ ഒരാൾ, ഒരു ഫിയർ ഉള്ള ഒരാളെ പുഷ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് ആ ഹെൽപ്പ് വേണം, നിങ്ങൾക്കോ അവർക്കോ ആ ഹെൽപ്പ് അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ കൂട്ടി, സോ ദാറ്റ് യു കംപ്ലീറ്റ് ഈച്ച് അതർ. ഒരാളുടെ വീക്ക് പോയിന്റ് മറ്റൊരാള് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കംപ്ലീഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്തത്. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് പറഞ്ഞ ക്വീൻ ഓഫ് വാൺസ് വിത്ത് ജഡ്ജ്മെന്റ് ആൻഡ് ഏസ് ഓഫ് കപ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ജന്മാന്തരങ്ങളായിട്ടുള്ള അട്രാക്ഷൻ ആണ്. ഇറ്റ്സ് നോട്ട് എന്താ പറയാ, ഈ ജന്മത്തിലല്ല നിങ്ങൾ കണ്ടുമുട്ടിയത്, എത്രയോ ജന്മങ്ങളായിട്ട് നിങ്ങൾ പാർട്ട്നേഴ്സ് ആണ്. ആ ഒരു ഇതാണ്, നിങ്ങളൊരു സോൾമേറ്റോ ട്വിൻ ഫ്ലെയിമോ ഒക്കെ ആയിരിക്കണം, കേട്ടോ. നിങ്ങൾ തമ്മിൽ വളരെ, കാരണം ഞാൻ കാർമിക് എന്ന് പറയാത്ത, യൂഷ്വലി ജഡ്ജ്മെന്റ് കാർമിക് കാർഡായിട്ടും പറയാറുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ ഇവിടെ കാർമിക് എന്ന് പറയാതിരിക്കുന്ന കാര്യം ക്വീൻ ഓഫ് വോൺസ് ഏസ് ഓഫ് കപ്സിന്റെ കൂടെ വന്നതുകൊണ്ടാണ്. അപ്പൊ അവിടെ സ്നേഹമാണ്, കാർമിക്കിന്റെ അവിടെ സ്നേഹം വരുന്നില്ല, അവിടെ അഡ്ജസ്റ്റ്മെന്റും പ്രാക്ടിക്കാലിറ്റിയും ഒക്കെ വരുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ തമ്മിൽ കുറെ ജന്മങ്ങളായിട്ടുള്ള ബന്ധമാണ്, സ്നേഹബന്ധമാണ്. അത് ഈ വീണ്ടും ആ ഒരു ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ മീറ്റ് ചെയ്യിച്ചത്. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് പറയുന്ന എംപറർ വിത്ത് വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ഹൈ പ്രീസ്റ്റസ്. ഇവിടെ ഞാൻ ഉറപ്പായിട്ട് പറയും ഇതൊരു കാർമിക് റിലേഷൻ തന്നെയാണ്. ഓക്കെ, ഇതിനു മുന്നേ ഉള്ള സെറ്റ് പോസിറ്റീവ് കാർമിക് ആയിരുന്നെങ്കിൽ ഇതൊരു നെഗറ്റീവ് കാർമിക് ആണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സണെ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ബർത്തില് എന്തെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ഈ ബർത്തില് ഇവര് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പെയിൻ തരുന്നു, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, രണ്ടാമത്തെ സിനാറിയോ എന്ന് പറഞ്ഞാൽ ഇവര് ഒരു വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഇവർക്ക് ഒരു സോറിയൊക്കെ പറയാനൊക്കെ പറഞ്ഞ് ഇവരെ കൊല്ലുന്ന പോലെയാണ്. ആരുടെ മുന്നിലും ചെയ്യുന്ന തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരാളെന്ന് തന്നെ വെച്ചോളൂ. ഓക്കെ, അതിലൊരു മാറ്റം അനിവാര്യമാണ് ഇവരുടെ ലൈഫിൽ.
അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, കാരണം നിങ്ങൾ അവരുടെ ഒരു ഈക്വൽ പാർട്ട്ണറാണ്. നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ അവരുമായിട്ട് മാച്ച് ചെയ്യിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് മാത്രമേ അവരെ മെരുക്കാൻ സാധിക്കുള്ളൂ, ചുരുക്കി പറഞ്ഞാൽ. അതൊരു റീസൺ ആണ് കേട്ടോ. പ്രോമിനന്റ് ആയിട്ട് കാർമിക് റിലേഷൻ തന്നെയാണ് കാരണം നിങ്ങൾ ആ പെയിൻ അനുഭവിക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് വന്നത്. ലാസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് പറയുമ്പോൾ ടവർ വിത്ത് 3 of Swords, ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്. കിങ് ഓഫ് കപ്സ് ആൻഡ് 9 of Wands. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചായിരിക്കും. അതായത് അവര് ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പെട്ടിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു അവരുടെ ലൈഫിൽ ഒരു ടവർ മൂമെന്റ്, പ്രോബബ്ലി ഒരു ഡിവോഴ്സ് ഒക്കെ ആയിട്ട് they were suffering, that other person was suffering. ഓക്കെ, അപ്പൊ നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഒരു ബാലൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരെ തിരിച്ചായിരുന്നു. നിങ്ങൾ തകർന്നിരുന്ന സമയത്ത് അവര് ഒരു ഹെൽപ്ഫുൾ ഹാൻഡ് ആയിട്ട് വന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. അവരുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെന്റ് ഉണ്ടായപ്പോൾ നിങ്ങൾ ഒരു സപ്പോർട്ടായിട്ട് ആ ഒരു ധൈര്യം കൊടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ നിന്ന് അത് ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് മാറിയ ഗ്രാറ്റിറ്റ്യൂഡ് പിന്നീട് സ്നേഹമായിട്ട് ഡെവലപ്പ് ചെയ്തു. അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു റീസൺ, നിങ്ങൾ ഒരുമിച്ച് വരണം എന്നുണ്ട്. ഓക്കെ, നിങ്ങൾ യു ആർ മെന്റ് ടു ബി ടുഗദർ എന്നുള്ളത്. അതായത് അവർക്ക് ഇമോഷണൽ ഡിസ്ബാലൻസ് വന്ന സമയത്ത് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്തി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ലാസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് 2 of Cups with 4 of Pentacles and 9 of Pentacles. ഓക്കെ, അതിന്റെ ലെസൺ നിങ്ങൾക്ക് ഇത് ഒരു കൂടുതലായിട്ട് ഒരു മാരീഡ് കപ്പിൾ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ യൂണിയൻ മൂലം നിങ്ങൾ പഠിച്ചു. നിങ്ങൾ ഒരു പക്ഷേ ഒരു സെൽഫ് ഡിപ്പെൻഡന്റ് ഒന്നും ആയിട്ടുള്ള ആളായിരുന്നിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളെ വളർത്തിയത് വളരെ കൺട്രോൾ ചെയ്തും അങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ എസ്പെഷ്യലി ലേഡീസിന്. ഓക്കെ, അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമല്ലോ, വീട്ടിൽ നിന്ന് പുറത്ത് പോകുക, ആരുടെ മുഖത്ത് നോക്കരുത്, ഇങ്ങനത്തെ ഒരു കൺട്രോളൊക്കെ ആയിട്ടല്ലേ നമ്മളെ വളർത്തുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെ ആയതിനു ശേഷം അവരാണ് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്താണ്, സെൽഫ് ലവ് എന്താണ്, സ്വയം സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, സേവ് ചെയ്യണം, സ്വന്തം താല്പര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം എന്നുള്ള പാഠം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങളുടെ സ്പൗസാണ്. തിരിച്ചും ആയിരിക്കാം കേട്ടോ. കാരണം ചില വീടുകളിൽ ലൈക്ക് മകനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കാറുണ്ട്. ലൈക്ക് അവര് സമ്പാദിച്ച് കൊടുത്തോണ്ടിരിക്കും, വീട്ടുകാര് സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സേവിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇവരിങ്ങനെ കൊടുത്തോണ്ടിരിക്കും, അവര് ചെലവാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒരു ലേഡി ആണെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അവർക്ക് ഈ പറഞ്ഞ പാഠം നിങ്ങൾ പറഞ്ഞു കൊടുത്തത്. തിരിച്ചു ആവാം. നിങ്ങളൊരു ലേഡിയാണ്, നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പാഠം പഠിപ്പിച്ചു തന്നു. രണ്ടുമാവാം. നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. ഇത് മാരീഡ് കപ്പിൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, ഇതിൽ ഞാൻ ഇനി പ്രത്യേകിച്ച് സോഡിയാക്സ് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ പിടികിട്ടിയിട്ടുണ്ടാവും ഏകദേശം. ഒരുപാട് ലോങ് ആയി പോകും വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ഉണ്ടായിട്ട് നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ തോന്നില്ലേ ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ അനുഭവിക്കുന്നതെന്നൊക്കെ. അതിനു വേണ്ടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, സ്റ്റേ സേഫ്, ബൈ.